പ്രിയ സ്നേഹിതരെ, ഹൃദയം മാംസളമായ ഒന്നാണ്. എന്നാൽ അത് കല്ലുപോലെ കഠിനമായാൽ എന്തു സംഭവിക്കും? ഹൃദയകാഠിന്യമുള്ളവർ ദൈവസ്വരം കേൾക്കില്ല, അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കില്ല, അവൻ്റെ താക്കീതുകൾ ഗവനിക്കില്ല. കൂടാതെ മനുഷ്യരുടെ വേദനകളും കാണില്ല, അവരോട് കരുണ കാണിക്കില്ല, അവരുടെ ക്ലേശങ്ങൾക്ക് കാരണവുമാകും. പുറപ്പാട് പുസ്തകത്തിൽ ഹൃദയകാഠിന്യത്തിന് അടയാളമായി ഒരു മനുഷ്യനുണ്ടെന്നേ. ഓരോ പ്രാവശ്യവും ദൈവത്തിൻ്റെ ഇടപെടലുകൾ ഉണ്ടാകുമ്പോഴും പ്രതിരോധിച്ച് കല്ലുപോലെ ഉറച്ചു നിന്നൊരുവൻ മറ്റാരുമല്ല, ഈജിപ്തിൻ്റെ അധിപനായ വിസർജനത്തിന് അടിമത്തത്തിന് കാരണഭൂതനായ ഫറവോ. അവനെക്കുറിച്ച് 20 പ്രാവശ്യമെങ്കിലും ബൈബിൾ വിശേഷിപ്പിക്കുന്നൊരു വർണ്ണനയുണ്ട്. ഹി ഹാർഡൻ ഹിസ് ഹാർട്ട് എന്ന്. ഹൃദയകാഠിന്യമുള്ള ഏതൊരു മനുഷ്യൻ്റെ ചെയ്തികളും വിനാശവും എങ്ങനെയായിരിക്കുമെന്ന് മനസ്സിലാക്കുവാൻ ഈ ഫറവോയെ നിരീക്ഷിച്ചാൽ മാത്രം മതിയെന്നേ. ഒന്നാമതായി, ഹൃദയകാഠിന്യമുള്ളവർ ദൈവനിഷേധികളായിട്ട് വളരും. ഫറവോയെപ്പോലെ ദ റിജക്റ്റഡ് ഗോഡ്സ് അതോറിറ്റി. ഇസ്രയേൽ ജനത്തെ വിട്ടയക്കണമെന്ന് ദൈവം കൽപ്പിക്കുന്നുവെന്ന് മോശ അറിയിച്ചപ്പോൾ ഫറവോയുടെ പ്രതികരണം എങ്ങനെയാണ്? ആരാണ് ഈ കർത്താവ്? അവൻ്റെ വാക്ക് കേട്ട് ഞാൻ എന്തിന് ഇസ്രയേൽക്കാരെ വിട്ടയക്കണം? ഞാൻ കർത്താവിനെ അറിയുന്നില്ല. കഠിനചിത്തരായ മനുഷ്യ ദൈവത്തെ അറിയാത്തവരും അനുസരിക്കാത്തവരുമാണെന്നേ. അഹന്ത കൊണ്ട് സ്വയം ഇരുണ്ടു പോയവർ ദൈവശക്തിയെ വെല്ലുവിളിക്കും. രണ്ടാമതായി, അപരൻ്റെ വേദന കാണാനാവാത്ത വിധം ഹൃദയം മന്ദീഭവിച്ചു പോയവരാ ഈ മനുഷ്യർ. ഫറവോയെ പോലെ തന്നെ. ദ ഡോണ്ട് കെയർ അബൌട്ട് ദ സഫറിങ് ഓഫ് ദ പീപ്പിൾ. അടിമത്തത്തിൻ്റെ മുഖം വഹിച്ച് തളർന്ന ഇസ്രായേൽ മക്കളുടെ ആകുലത ഫറവ കണ്ടില്ല. സ്വന്തം ജനത്തെപ്പോലും അവൻ അവഗണിച്ചു കളഞ്ഞു. ദൈവം അയച്ച മഹാമാരിയാൽ നദീജലം രക്തമായി മാറുന്നുണ്ട്. മത്സ്യങ്ങൾ ചത്തൊടുങ്ങുന്നു. നദി ദുർഗന്ധപൂർണ്ണമാകുന്നു. ഈജിപ്തുകാർക്ക് പോലും 7 ദിവസത്തോളം കുടിക്കുവാൻ ശുദ്ധജലം കിട്ടാത്ത അവസ്ഥ. അപ്പോഴും ഫറവ കൂടുതൽ കഠിനചിത്തനായി അതൊന്നും ഗവനിക്കാതെ കൊട്ടാരത്തിലേക്ക് മടങ്ങിയെന്ന തിരുവചനം. ഹൃദയകാഠിന്യമുള്ളവർ എപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണെന്നേ. അവർ അവരെക്കുറിച്ച് മാത്രം ചിന്തിക്കും. അവരുടെ സ്വാർത്ഥതകൾ, അപരൻ്റെ നൊമ്പരങ്ങൾ അവരെ അലോസരപ്പെടുത്താറേയില്ല. ദൈവത്തെ ഭയപ്പെടാത്ത, മനുഷ്യരോട് സഹാനുഭൂതി കാണിക്കാത്ത ഏതൊരാളും ഫറവയെപ്പോലെ കഠിനഹൃദയരാണെന്നേ. സ്വയം ഹൃദയം കഠിനമാക്കിയ ദൈവത്തിൻ്റെ ശിക്ഷാവധി ചോദിച്ചു വാങ്ങിയവനാ ഫറവ. കടുംചിത്തനായി കടിഞ്ഞൂൽ സന്തതികളുടെ മരണത്തിനും സ്വജനത്തിൻ്റെ നാശത്തിനും കാരണക്കാരനായവനാ ഫറവോ. ദൈവത്തിൻ്റെ ക്രോധം നമ്മുടെ സന്തതികളിലേക്കും പ്രിയപ്പെട്ടവരിലേക്കും ചൊരിയപ്പെടാതിരിക്കുവാൻ നമ്മുടെ കഠിനഹൃദയത്തെ മാംസളമാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം നമുക്ക്. ആമേൻ.